കർക്കിടക മാസത്തിലെ ആദിയും വ്യാധിയും അകറ്റാൻ വേടനെത്തി. ഉത്തര കേരള ജനതയുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ് വേടൻ. ചെണ്ടയുടെ ചുവട് പിടിച്ച് വാദ്യക്കാരൻ പാടുന്ന വേടൻ പാട്ടിന്റെ താളത്തിൽ ആടിവേടൻ ആടുമ്പോൾ ദോഷങ്ങൾ അകന്നു പോവുകയും ഗൃഹത്തിൽ ലക്ഷ്മീദേവി കുടിയിരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇന്ന് പയ്യാമ്പലത്ത് ആടിവേടൻ ഗൃഹസന്ദർശനം നടത്തി ഭക്തർക്ക് അനുഗ്രഹവും നൽകി. ശിവപാർവതി സങ്കല്പത്തിലെ മൂർത്തികളാണ് ആടിയും വേടനും. അർജുനൻ പാശുപാസ്ത്രത്തിനു വേണ്ടി തപസ്സു ചെയ്തപ്പോൾ പാശുപാസ്ത്രം കൊടുത്താൽ ദുരുപയോഗപ്പെടുത്തുമോ എന്ന് പരിശോധിക്കാൻ സാക്ഷാൽ മഹാദേവൻ കാട്ടാളവേഷമെടുത്ത് വേടനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. തപസ്സിരിക്കുന്ന അർജുനനെ ആക്രമിക്കാൻ മൂകാസുരൻ കാട്ടുപന്നിയുടെ വേഷത്തിലെത്തിയപ്പോൾ വേടൻ പന്നിയെ അമ്പെയ്തു. ഇതേസമയം മറ്റൊരു അസുരനും കാട്ടുപന്നിയെ അമ്പെയ്തു. ആരുടെ അമ്പാണ് പന്നിക്ക് കൊണ്ടത് എന്ന കാര്യത്തിൽ തർക്കമാവുകയും അർജുനന്റെ തപസ്സിന് ഭംഗം വരുത്തിയതിന് അർജുനനും വേടനും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടക്കുകയും അർജുനനെ വേടനോട് ജയിക്കാൻ പറ്റാതിരുന്നപ്പോൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുകയും സാക്ഷാൽ മഹാദേവനാണ് വേടന്റെ രൂപത്തിൽ എത്തിയതെന്ന് അർജുനൻ മനസ്സിലാക്കുകയും മഹാദേവന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയും ചെയ്തു. വേടൻ പൂർണ്ണരൂപം പ്രാപിക്കുകയും പാശുപാസ്ത്രം അർജുനന് നൽകുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. ആടിവേടൻ വീടുകളിൽ തോറുമെത്തി ദർശനം നൽകുന്നതിലൂടെ കർക്കിടകത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിനങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. വണ്ണാൻ മലയ സമുദായത്തിലെ കുട്ടികളാണ് ആടിയും വേടനുമായി എത്തുന്നത്. ഓരോ പ്രദേശത്തെയും ജന്മാരിമാർക്കാണ് തെയ്യക്കോലം ധരിക്കുന്നതിന് തീരുമാനിക്കാനുള്ള അവകാശമുള്ളത്. നമസ്കാരം, ഞാൻ കനകത്തൂർ മണിപ്പണിക്കർ. അതായത് ഇത് പൂർവ്വ കാലങ്ങളിലുള്ള അച്ചാച്ചൻ അങ്ങനെ അവരുടെ താഴ്വഴിയായിട്ട് ആചാരനിഷ്ഠയോടും കൂടെ നടത്തുന്നൊരു കർക്കിടക മാസത്തിൽ നടത്തുന്നൊരു സംഭവമാണ്. ഇത് മഹാഭാരതത്തിൻ്റെ ഒരു അല്പ കഥയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതായത് അർജുനൻ അർജുനൻ പാശുപാസ്ത്രത്തിന് വേണ്ടിയിട്ട് അഘോര തപസ് ചെയ്തതിന് ശേഷം ആ അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പരമശിവൻ വേടനായിട്ട് അവൻ്റെ തപസ്സിനെ ഭംഗപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് അങ്ങനെ അവൻ തപസ് ചെയ്യുന്ന അവസരത്തിൽ അവനെ വേണ്ടിയിട്ട് അവൻ്റെ തപസ്സിനെ മുടക്കാനും പിന്നെ അവൻ്റെ തപസ് എത്രത്തോളം എന്നോടുള്ള ആ തപസ്സിൻ്റെ ശക്തി ഉണ്ട് എന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. അങ്ങനെ പരമശിവൻ വേടനായിട്ട് വന്ന് അവൻ്റെ തപസ്സിനെ ഇതാക്കുകയും ചെയ്യും. അപ്പോൾ അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വേടനെയാണ് മുന്നിൽ കണ്ടത്. അങ്ങനെ അവനായിട്ട് അഘോര യുദ്ധം തുടങ്ങി. അങ്ങനെ മൂകാസുരൻ എന്ന അസുരനെ പന്നിയാക്കിയിട്ട് കാട്ടിലേക്ക് അയച്ച് ആ പന്നിയെ ആരാണ് ആദ്യം അമ്പെയ്ത് വീഴ്ത്തുന്നത് എന്നുള്ള ഒരു അങ്ങനെ അവരൊരു വാശി വെച്ചു. അങ്ങനെ ചെയ്ത് അപ്പോൾ അത് രണ്ടാളെ അമ്പും അസ്ത്രവും കൊണ്ടത് ആ പന്നിക്ക് ഒരേ സമയത്തായതുകൊണ്ട് അവർ തമ്മിൽ അടി ചെയ്ത് അങ്ങനെയുള്ള ആ യുദ്ധത്തിലാണ് പിന്നെ പരമേശ്വരനെ മനസ്സിലാക്കുന്നത് ഇത് ആൾ വേടനല്ല, എൻ്റെ തപസ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഭഗവാൻ പരമശിവനാണെന്ന് മനസ്സിലായതും അങ്ങനെ പരമശിവൻ്റെ കാലിന് വീണ് സാഷ്ടാംഗം പ്രാപിക്കുകയും തിരിച്ച് പരമശിവൻ പാശുപാസ്ത്രം അർജുനന് നൽകുകയും ചെയ്യുന്ന ഇതാണ് ഇതിൻ്റെ മഹാഭാരതത്തിലൊരു കഥ. കർക്കിടകത്തിലെ ആദിവ്യാധികളകറ്റി പൊന്നിൻ ചിങ്ങമാസത്തെ വരവേൽക്കുക എന്നൊരു സങ്കല്പമാണ് ഓരോ വീടുകളിലും ആടിവേടന്മാർ ദർശനം നൽകുന്നത്. പയ്യാമ്പലത്തു നിന്നും ക്യാമറമാൻ രാജേഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.